ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ DIY വീഡിയോയാണ്. അതായത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. ഞാനിവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. അതും വെള്ളത്തിൽ വളർത്താവുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ലക്കി ബാമ്പു മണി പ്ലാന്റും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് ആണ്. അതുപോലെ വലിയ കെയറൊന്നും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണിത്. പിന്നെ ഞാൻ 2 ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടോയിൻ എടുത്തിട്ടുണ്ട്. പേപ്പർ ടോയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലൊരു ഡെക്കറേഷൻ കൂടിയാണിത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കണം. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു. 29 റുപ്പീസ് ആയിരുന്നു വില. സോസിൻ്റെയോ അല്ലെങ്കിൽ ജാമിൻ്റെ ഒക്കെ ബോട്ടിൽ എടുത്താലും മതി. നമുക്ക് വീട്ടിലുള്ള ബോട്ടിൽ മതി. പുതിയത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ ഇതേപോലത്തെ കുറച്ച് ടോയിൻ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് പേപ്പർ ടോയിനാണ്. അപ്പോൾ ജൂട്ടിൻ്റെ ടോയിനോ അല്ലെങ്കിൽ സാധാരണ ചാക്കുനൂലോ അങ്ങനെ എന്ത് വേണേലും എടുക്കാം. ഇത് ഈ ബോട്ടിലൊന്ന് ചുറ്റി കൊടുക്കാനാണ്. അപ്പോൾ ഇത് ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഗമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ മാസ്കിംഗ് ടേപ്പ് ഈ കുപ്പിയുടെ മേളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പശയൊക്കെ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് നൂല് ചുറ്റുന്ന സമയത്ത് ആ പശയുടെ ഇതൊക്കെ നൂലയിൽ ഇങ്ങനെ പിടിച്ച് ആകെ വൃത്തികേടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ മാസ്കിംഗ് ടേപ്പ് ചുറ്റിയിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് നൂല് ചുറ്റാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് ഒട്ടിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ പശയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മേളിലേക്ക് വരാൻ പാകത്തിനുണ്ട്. ഈ ഭാഗം ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇവിടെ ഒട്ടിക്കുക. ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചാണിത് ചുറ്റിയെടുക്കേണ്ടത്. എന്നാലാണ് ആ പശയുള്ള ഭാഗം പുറമേ വരുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് അവസാനം വരുമ്പോഴും നമ്മൾ ആദ്യം ആ മടക്കിയില്ലേ, അതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പശയുള്ള ഭാഗം പുറത്തേക്കാക്കി വേണം നമ്മൾ ഇത് ചുറ്റാനായിട്ട്. എന്നാലാണ് നമുക്ക് നൂല് അവിടെ ഒട്ടിച്ച് ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇവിടെ ചുറ്റി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒട്ടിക്കുക. എന്നാലാണല്ലോ അടിഭാഗത്താണല്ലോ പശയുള്ളതെന്ന്. അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ബോട്ടിലും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ബോട്ടിലും ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ 2 ബോട്ടിലിൽ ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ നൂല് ചുറ്റി കൊടുത്താൽ മതി. ഇപ്പം നൂല് ചുറ്റി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മേളിലേക്ക്. ഇത് വളരെ ചെറിയ നൂലാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അടുപ്പിച്ച് ചുറ്റണം. ഈ നൂല് ചുറ്റുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത്. കാരണം ഇത് അടുപ്പിച്ച് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. കുറേ നേരം എടുക്കും ഇത് ചുറ്റാനായിട്ട്. എന്നാലും ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ആ ഒരു റോസ് കളറും ഒക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു കളറും ഒക്കെയാണ്. അതല്ലാതെ നമ്മൾ ജൂട്ടിൻ്റെ ടോയിനൊക്കെ ചുറ്റുവാണെങ്കിലും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ ഏകദേശം നൂല് ചുറ്റി കഴിയാറായിട്ടുണ്ട്. ഞാൻ ചുറ്റിയത് കട്ട് ചെയ്ത് അവിടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ബോട്ടിൽ റെഡിയായി. കണ്ടോ? അപ്പം നമ്മുടെ 2 ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബോട്ടിലിൽ നിറയെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ ആ നൂല് ചുറ്റിയതിൻ്റെ തൊട്ട് മുകളിൽ വരെ മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നമ്മുടെ പ്ലാന്റ്സ് കൂടെ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ഈ പ്ലാന്റ് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നൊരു പ്ലാന്റ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ഇത് നിൽക്കുന്നുണ്ട്. നിറയെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും വലിയ കമ്പൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു കമ്പിട്ടാൽ മതി. റൂട്ട്സ് ഇത്രയും എങ്ങനെ വേണമെന്നൊന്നുമില്ല. ചെറിയൊരു കമ്പിട്ടാൽ അത് പിന്നീട് നിറയെ റൂട്ട്സൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും.
അതേപോലെ തന്നെ എൻ്റെ ലക്കി ബാമ്പും അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. ഒരുപാട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഇത്രയും വലിയ ബാമ്പൂ സ്റ്റിക്ക് വേണമെന്നില്ല. ചെറിയൊരു പോർഷൻ ഇത്രയും ഒരു ഭാഗം കട്ട് ചെയ്ത് അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. റൂട്ട്സ് ഒന്നും വേണമെന്നില്ല. പിന്നീട് അത് നന്നായിട്ട് റൂട്ട്സൊക്കെ വന്ന് അത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വന്നോളും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. അതൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഒരു കെയറും കൊടുക്കാണ്ട് തന്നെ വളരുന്ന പ്ലാന്റ്സ് ആണിത് രണ്ടും. അതുപോലെ നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് ആണ്. നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.